തിളക്കം എന്ന പേരിൽ കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും കളക്ടർ പറഞ്ഞു. എന്നാൽ ചട്ടലംഘനം നടന്നിട്ടില്ലെന്നും കളക്ടറുടെ നടപടി വസ്തുത പരിശോധിക്കാതെ എന്നുമാണ് LDFന്റെ വിശദീകരണം. കോഴിക്കോട് ഇക്കുറി തിളക്കത്തിലാണ് തർക്കം. തിളക്കം എന്ന പേരിൽ കോർപ്പറേഷൻ ഇറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിനെതിരെ UDF ആണ് ആദ്യം പരാതി നൽകിയത്. ഈ റിപ്പോർട്ട് ചട്ടവിരുദ്ധമെന്നും ഭരണസമിതി ഫണ്ട് ഉപയോഗിച്ച് ഇറക്കിയതെന്നുമാണ് UDFന്റെ പരാതി. പരാതി ലഭിച്ചതിന് പിന്നാലെ ഇതിന്റെ വിതരണം നിർത്തിവെക്കാൻ കലക്ടർ ആവശ്യപ്പെട്ടു. ചട്ടലംഘനം നടന്നുവെന്ന് പ്രാഥമികമായി മനസ്സിലാക്കിയെന്നും കോർപ്പറേഷൻ സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുവെന്നും കലക്ടർ പറഞ്ഞു. പ്രാഥമികമായിട്ട് ഐ എം മോസ്റ്റ്ലി സർട്ടൻ ഇതൊരു വയലേഷൻ ആണ്. കാരണം ഞാനത് മാഗസിൻ ഞാൻ നോക്കി, അതൊരു കോർപ്പറേഷനിൻ്റെ വർക്ക്സിന് റിലേറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം MCC ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ പാടില്ല, അതൊരു വയലേഷൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട് ഞാൻ SECയിലേക്ക് റെഡി ആക്കുന്നുണ്ട്. പാരലലി ഞാൻ സാറ്റർഡേ ആയിട്ട് നിർത്തി വെക്കാൻ വേണ്ടി ഓൾറെഡി ഒരു റിട്ടൺ ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഞാൻ കോർപ്പറേഷൻ സെക്രട്ടറിന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒക്ടോബറിൽ നടന്ന വികസന ചർച്ചയുടെ ഭാഗമായുള്ള രേഖയാണിതെന്നും നേരത്തെ പ്രസിദ്ധീകരിച്ചതാണെന്നുമാണ് LDFന്റെ വിശദീകരണം. തിളക്കത്തിന്റെ വിതരണം നിർത്തിവെക്കില്ലെന്ന സൂചനയാണ് LDF നേതാക്കൾ നൽകിയത്. കോഴിക്കോട് കോർപ്പറേഷന്റെ കൗൺസിൽ തീരുമാനപ്രകാരം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളോടും നടത്തിയ വികസന പദ്ധതികൾ ചർച്ച ചെയ്യാനും അത് പ്രസിദ്ധീകരിക്കാനും സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രേഖ പ്രസിദ്ധീകരിക്കുന്നത്. നിയമാനുസൃതമുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടാണ് അച്ചടിച്ചിരിക്കുന്നത്. 1,00,000 കോപ്പി അടിക്കാനാണ് തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് കലക്ടർ അറിയിച്ചു. LDFും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.